Okay, good morning all of you. MC എന്നെ നല്ല രൂപത്തിൽ തന്നെ ഗോയിങ് ATC ലീഡർ ആയിട്ടുള്ള ഖദീജ മേഡം പരിചയപ്പെടുത്തി. കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നല്ലൊരു ടീമിനെ പെരിന്തൽമണ്ണയിലും കാളികാവിലൊക്കെ നല്ല രീതിയിൽ ടീമിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു പവർഫുൾ ലേഡി ലീഡറാണ്. കാരണം അവരൊക്കെ കമ്മിറ്റ്മെന്റ് അത്രത്തോളം ഉണ്ട് അവർക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ. എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും, നമ്മളെ നെക്സസ് പ്രോഗ്രാമില് 4:30 മണിക്കും പെരുമ്പിലാവില് ഒരു ബസ്സിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ റിസൾട്ട് 110% അവർക്ക് ഉണ്ടാവും. എന്നിട്ടും പോസിറ്റീവായിട്ട് നെക്സസിന്റെ ആ ഒരു പ്രോഗ്രാമിന്റെ എക്സൈറ്റ്മെന്റിലും എനർജിയിലും അവർ ആ ടൈം പോയതേ അറിഞ്ഞില്ല. അതൊക്കെ അവരുടെ ഞാൻ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഒരു സമയത്ത് സക്സസ് ആവുമ്പോ അതൊക്കെ ഈ സ്റ്റോറികളൊക്കെ നമുക്ക് സ്റ്റേജിൽ പറയാനുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ നല്ല ടീമിനെ ഹോൾഡ് ചെയ്യുന്ന ഗോയിങ് ATC ആയിട്ടുള്ള പവർഫുൾ ലീഡറാണ് ഖദീജ മേഡം. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒന്നും കൂടെ ഞാൻ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു എല്ലാവർക്കും വേണ്ടിയിട്ട്. ഞാൻ സാറ് എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ 2 ദിവസം എന്റെ വീട്ടിലാണ്. എല്ലാവരും എല്ലാവരും എന്നെ ഒന്ന് സഹകരിക്കണം. കാരണം ഞാൻ കൂടുതൽ പ്രിപ്പറേഷൻ ഒന്നും നടത്തിയിട്ടില്ല. അൽത്താഫ് സാറ് പറഞ്ഞപ്പോ പിന്നെ ആ ഒരു അവസരം നഷ്ടപ്പെടുത്തിയിട്ടില്ല. കാരണം ജ്യേഷ്ഠത്തി ഗൾഫിൽ നിന്ന് വന്നപ്പം നമ്മൾക്കറിയാലോ ഈ ബിസിനസ്സിൽ നമുക്ക് എല്ലാം വേണം. അതിന്റെ കൂടെ നമ്മളെ ഫാമിലിയും എല്ലാം നമുക്ക് ഒരുമിച്ച് ഉണ്ടാവുമ്പോഴാണല്ലോ നമുക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാവുക. അപ്പൊ അവരെ കൂടെ ഞാൻ നമ്മുടെ നെക്സസ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് എന്നെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് 2 ദിവസം അവിടെ ഫറൂഖിലാണ്. അപ്പൊ എല്ലാവർക്കും ഞാൻ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ഉണർത്തുക എന്ന് മാത്രമാണ്. എനിക്ക് നമ്മുടെ സക്സസ് ബെറിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള മനോജ് സാറിനും ലതാ മേഡത്തിനും എനിക്ക് ഒരു അവസരം തന്നതിന് ഞാൻ താങ്ക്സ് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളെ ഗ്രേറ്റ് ലീഡറും ഞങ്ങളെ മെന്ററും ആയിട്ടുള്ള ഞങ്ങൾ അൽത്താഫ് സാറിനും ഷെറീന മേഡത്തിനും ഈ അവസരത്തിൽ താങ്ക്സ് അറിയിക്കുകയാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ ചെയ്യുന്ന എന്റെ ഹസ്ബൻഡിന്റെ കട്ട സപ്പോർട്ട് ഉള്ളതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളെല്ലാവരും നമുക്കറിയാം, ഇന്നലെ നമ്മളെ കരുണൻ സാർ കറക്റ്റ് പറഞ്ഞതുകൊണ്ട് ആ ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ പോകേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും നെക്സസ് എന്ന 17-ാം തീയതി നടന്ന ആ ഒരു പ്രോഗ്രാമിന്റെ എനർജിയിലും എക്സൈറ്റ്മെന്റിലും ആണ്. നമ്മൾ ഓരോരുത്തർക്കും അറിയാം. കാരണം നമ്മൾ അന്ന് അവിടെ വന്ന ആളുകളെല്ലാം കണ്ണ് തള്ളിയിട്ടുണ്ട്. നമ്മുടെ കമ്പനിയുടെ വലിപ്പം നമുക്ക് ഏറ്റവും മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ അതിന്റെ ഓണർ നമ്മളെ പ്രവീൺജി ചന്ദൻ സാറിന്റെ ഒക്കെ ആ ഒരു സ്പീച്ച് നമ്മളെ ഉള്ളില് നമുക്ക് എത്രത്തോളം ബിലീഫാണ്. ഞാൻ പറയുന്ന ഏതൊരാൾക്കും ലീഡേഴ്സിന് എന്തായാലും ഉണ്ടാവും. പുതിയ വന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറെ നമ്മൾ അവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് പോലും എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ബിലീഫ് ലെവൽ കൂടിയിട്ടുണ്ടാവും. അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള വലിയൊരു കമ്പനിയിലാണ് നമ്മൾ എത്തിയെന്നുള്ള ആ ആദ്യ ഒരു തിരിച്ചറിവ് നമ്മളെ ഉള്ളിൽ ഉണ്ടാവണം നമ്മൾ ഈ വർക്കിന് ഇറങ്ങുമ്പോ. അപ്പൊ നമുക്ക് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ മൈ ലൈഫ് സ്റ്റൈലിലൂടെ നമ്മൾ എങ്ങനെ വളരേണ്ട കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ നമുക്കറിയാം. ധാരാളം ലീഡേഴ്സ് ഇതിൽ കുറെ കാര്യങ്ങൾ നമുക്ക് എന്നും ഹൈ ഫ്ലയേഴ്സിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതെല്ലാവരും കറക്റ്റ് പാലിക്കാൻ നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് STC ആൻഡ് അബോവ് ലീഡേഴ്സ് നമുക്ക് ഓരോ ദിവസങ്ങളിലും തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ മനോജ് സാറ് തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് ഓരോരുത്തർക്കും ഇതിലൂടെ വളർത്തിക്കൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് ധാരാളം ടീമിനെ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് നമ്മളെ സൂം. അത് പരമാവധി നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വർക്കും കൂടെയാണ്. അതെല്ലാവരും നമ്മൾ ഈ ഒരു അവസരത്തിലേക്ക് കയറ്റുക എന്നുള്ളതും കൂടെ നമ്മൾ ഓരോരുത്തരും തീരുമാനം എടുക്കാം. നമ്മള് മനസ്സിലാക്കണം, മൈ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് വളരെ പെട്ടെന്ന് വളരണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ആളുകളിലേക്ക് പ്ലാന്. നമ്മൾക്ക് അവിടുന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു 3 പോയിന്റിൽ ഒന്ന് അത് തന്നെയായിരുന്നു, റിക്രൂട്ട്, റീപർച്ചേസ്, റീറ്റെയിലിങ്. നമുക്ക് കറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കമ്പനിയുടെ ഓണർ ഫൗണ്ടർ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ആ കാര്യം അവിടെ വിശദാക്കിയിട്ട്. അപ്പൊ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. കൂടുതൽ ആളുകളിലേക്ക് പ്ലാൻ കാണിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റ്, അതായത് നമ്മളെ മൈ ലൈഫ് സ്റ്റൈൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ രണ്ടാമത്തതായിട്ട് എന്താ ഉള്ളത്, കൂടുതൽ സെയിൽസ് ക്ലോസ് ചെയ്യുക. ഏതൊരു ബിസിനസ് ആണെങ്കിലും അതിലെന്താണ്, നമ്മൾ ഓരോരുത്തരും ബിസിനസ് വരുന്ന നമുക്ക് വരുമാനം കൂടാനാണ് പഠിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാ, വേഗത്തിൽ കൂടുതൽ ആളുകളിലേക്ക് എന്ത് ചെയ്യാ, ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, പഠിപ്പിക്കുക. അതായത് റിക്രൂട്ടൻ കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ കറക്റ്റ് എന്ത് ചെയ്യുക, ഇതിന്റെ രീതികൾ സിസ്റ്റം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ നമ്മൾ പ്രോഗ്രാമിലേക്ക്, അതായത് GTS ഹോൾ മീറ്റുകളിലേക്കൊക്കെ കൂടുതൽ പേരെ കൊണ്ടുവരാം. സിമ്പിൾ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത്, ഡീപ്പായിട്ട് പറയുന്നില്ല. മൈ ലൈഫ് സ്റ്റൈൽ എന്ന ഈ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയിൽ നമുക്ക് വളരണമെങ്കിൽ ഈ കാര്യങ്ങൾ തന്നെ നമ്മൾ പാലിക്കാം. കൂടുതൽ പ്ലാൻ കൊടുക്കുക, സെയിൽസ് ക്ലോസ് ചെയ്യുക,
പ്രോഗ്രാം ആയിട്ടുള്ള, അപ്പൊ നമ്മൾക്കറിയാം നമ്മളെ മുൻപിലുള്ള പ്രോഗ്രാം ആണ് ഒന്ന് GTS, അതുപോലെ തന്നെ ഹോൾ മീറ്റിങ്ങുകളൊക്കെ വരുന്നുണ്ടാവും. അവിടേക്കൊക്കെ എന്ത് ചെയ്യാം, കൂടുതൽ പുതിയ പുതിയ ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ കൂടുതൽ ലീഡർമാരെ സൃഷ്ടിക്കുക. ഈ റിക്രൂട്ട് ചെയ്ത് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, അതിലൂടെ ലീഡേഴ്സിനെ ഉണ്ടാക്കുക, കാര്യങ്ങൾ നമുക്ക് പറയാം. പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ ഉള്ളിൽ എന്തായിരിക്കണം, കൂടുതൽ ആളുകളിലെ അവരെന്നെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരിക്കണം. കൂടുതൽ ആളുകളിലേക്ക് തന്നെയാണ് ഈ അവസരത്തിലൂടെ നമ്മൾ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നമുക്ക് വളരണമെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു വ്യക്തിയെ സ്പോൺസർ ചെയ്യുക. ഓക്കെ, നമ്മൾ പറഞ്ഞു റിക്രൂട്ട്മെന്റ്. അപ്പൊ അവരെന്ത് ചെയ്യാം, നമ്മൾ പോയിട്ട് മീറ്റ് ചെയ്യുക. ആ വ്യക്തിയെ ഒരു വീക്കിനുള്ളിൽ തന്നെ നമ്മൾ GTS പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുക. അവരെ മുന്നിൽ അവിടെ നിർത്തി തന്നെ 8-10 അപ്പോയിന്റ്മെന്റുകൾ എന്ത് ചെയ്യണം, നമ്മൾ നേടാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കണം. ഈ പുതിയ വന്നിട്ടുള്ള ആളുകളെ അവരെ അപ്പോയിന്റ്മെന്റ് എങ്ങനെ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് കൊടുക്കുക. ഈ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, അത് ഫോണിലൂടെയാണ്. പുതിയൊരു വ്യക്തിക്ക് അവരെ ലിസ്റ്റിൽ നിന്നുള്ള ഒരാളെ എടുക്കുന്ന, അതും ഫോണിലൂടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ലീഡേഴ്സിനായിട്ട് പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ആ വ്യക്തി ഇപ്പൊ ഞാൻ വന്ന് സ്പോൺസർ ചെയ്ത ആ വ്യക്തിയെ 2-3 സെയിൽസ് എന്ത് ചെയ്യണം, അവരെ ക്ലോസ് ചെയ്യാൻ നമ്മൾ സഹായിച്ചു കൊടുക്കണം. പുതിയൊരു ഡിസ്ട്രിബ്യൂട്ടർ ആക്കി ആ വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുക, എന്നിട്ട് ആ ഒരു വ്യക്തിനെ വളരെ വേഗത്തിൽ നമ്മൾ ടീമാക്കി, ആ ഒരു ടീമാക്കി മാറ്റും. ഈ ഒരു വ്യക്തിയെ വെച്ച് ഇരിക്കലല്ല, ആ വ്യക്തിക്ക് ഈ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് പ്ലാൻ ചെയ്ത് കൊടുക്കുക ഈ ലീഡർ. അതിലൂടെ ആ വ്യക്തിയുടെ താഴെ എന്ത് ചെയ്യുന്നു, പുതിയ ജോയിനിങ് വരുന്നു, അവരെ സെയിൽസ് ക്ലോസ് ചെയ്യിക്കുന്നു. അവർക്കൊരു ടീമിനെ വളരെ പെട്ടെന്ന് തന്നെ, ആ ഒരു വ്യക്തി ഇങ്ങനെ ഓടി അവരെ കൂടെ നമ്മൾ രാവും പകലും ഒന്നും ഇങ്ങനെ പോവില്ല. ആ വ്യക്തിയെ പെട്ടെന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അവർക്കൊരു ടീമാക്കി കൊണ്ടുവന്നിട്ട് അവരൊരു ലീഡറാക്കി മാറ്റാൻ നമ്മൾക്ക് കഴിയണം. ടീം എന്നുകൊണ്ട് എന്താ, ടുഗദർ എവരിവൺ അച്ചീവേഴ്സ് മോർ. ഒന്നിച്ച് എല്ലാവരും കൂടിയിട്ട്, അപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിലൊക്കെ, നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ നമുക്ക് വളരെ വേഗം സ്പീഡിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, ആ ടീമിന് നമുക്ക് അതിൽ നിന്ന് നല്ലൊരു ലീഡർ ഉണ്ടാക്കാൻ പറ്റണം. അപ്പൊ ഫസ്റ്റിൽ എന്ത് ചെയ്യണം, ആ ലീഡർഷിപ്പ് എന്നാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ സാന്നിധ്യത്തില് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ കറക്റ്റ് അവരെ എങ്ങനെയാണോ മികച്ചവരാക്കിയിട്ട് നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ ആ ലീഡർ പറഞ്ഞു തരുന്നുണ്ടാവും. അത് എത്രയും പെട്ടെന്ന് ആ വ്യക്തി സ്വീകരിച്ചിട്ട്, ആ ഡിസ്ട്രിബ്യൂട്ടർ പെട്ടെന്ന് ആ ലീഡർഷിപ്പ് ഏറ്റെടുത്തിട്ട് ഈ മേലുള്ള ലീഡർ, STC, RTC, NTC ലീഡേഴ്സ് ഇല്ലാത്ത സാഹചര്യത്തിലും ഒരു TC ആവട്ടെ, ഒരു ബെറി സ്റ്റാറിനെ പോലും ആ ലെവലിലേക്ക് ഇപ്പൊ നമ്മൾ കൊണ്ടുപോകുമ്പോഴാണ് ടീം വളരെ പെട്ടെന്ന് അവരെ വേഗം ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരിക. ആ ലീഡർ അവിടെ ഇല്ലാത്ത സാന്നിധ്യത്തിൽ പോലും എന്ത് ചെയ്യണം, ആ ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് TC മുതൽ എന്തായാലും മാറണം. അതിന്റെ താഴേക്ക് വരെ നമ്മൾ TCകൾ ഓരോരുത്തരും അവനവന്റെ ഡെപ്തിലേക്ക് നോക്കിയിട്ട് ഈ കാര്യങ്ങൾ പെട്ടെന്ന് വളർത്തിയെടുക്കുക. നമുക്ക് വളരെ വേഗത്തിലും സ്പീഡിലുമാണ് വളരേണ്ടത്. അതിന് താഴെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ തീരുമാനം എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്പീഡിൽ നല്ലൊരു ടീമിനെയും നല്ല ലീഡേഴ്സിനെയും വാർത്തെടുക്കാൻ പറ്റും. കാരണം എന്ന് നമ്മൾ ലീഡറായി മാറില്ല, പക്ഷെ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ലീഡർമാര് ഒരു ലെവലിൽ എത്തുമ്പോ പറയും, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആവട്ടെ, TC, ATC, DTCനോടൊക്കെ ഇനി നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യൂ, ഹെൽത്ത് മീറ്റ് ചെയ്യൂ, അവിടെ പ്ലാൻ പ്രസന്റേഷൻ ഒറ്റക്ക് ചെയ്യും. അപ്പൊ ആ സമയത്ത് അവര് മനസ്സിലാക്കുന്നത് ഞങ്ങളെ നന്മക്കാണ്, എന്റെ ലീഡർഷിപ്പ് വളരാനാണ്, എന്റെ താഴെ എനിക്ക് ലീഡർ ഉണ്ടാക്കാനാണ് എന്നുള്ളൊരു ബോധ്യം ഈ ലീഡേഴ്സിന് ഉണ്ടാവണം. പക്ഷെ അതല്ല, ചില ആളുകൾ എന്ത് ചെയ്യും, അതോടുകൂടി ആ ലീഡറോടുള്ള കോണ്ടാക്ട് പോകും. ഈ ലീഡർ ഇങ്ങനെ പറഞ്ഞതില് ചിലപ്പോ എന്തായി, ഇഷ്ടപ്പെടാതായി, അവരങ്ങൾ ഒഴിവാക്കി ആ ഒരു രൂപത്തിൽ. പക്ഷെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണ്ടേ, ഇത് ഇൻഡിവിജ്വൽ, ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് ഓരോ ഐഡികളാണ്. ആർക്കും ഇതിൽ വിജയിക്കാം, അപ്ലൈന് ഡൗൺലൈന് എന്നില്ല. ആരിതില് ആക്റ്റീവായിട്ട് സിസ്റ്റം പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്നോ അവന് ഇതിൽ സക്സസ് ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ഞാൻ എന്റെ സ്വന്തം ബിസിനസ് ആണ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരൊറ്റ ബോധ്യത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ഈ ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് വളരെ സ്പീഡിൽ ഗ്രോ ചെയ്യാൻ പറ്റും. നമ്മൾക്കറിയാം ഏറ്റവും ബെസ്റ്റ് ഇതാണെന്നും, നമ്മൾ ഇനി ഈ ചെയ്തത് വരെ നല്ലൊരു രീതിയല്ല, ഇവിടുന്ന് അങ്ങോട്ട് സ്പീഡില് നമ്മളെല്ലാ ലീഡേഴ്സിനെ നമ്മൾ മനസ്സിലാക്കേണ്ട. ഇത്രയും ലീഡർഷിപ്പ് വരുമ്പോ നമ്മളെ മുബിൻ സാറ്, മോഹൻ സാറ്, അതുപോലെ തന്നെ നമ്മളെ
ഫൗണ്ടർ ആയിട്ടുള്ള പ്രവീൺ സാറൊക്കെ ആ സംസാരം കേൾക്കുമ്പോ എന്താണ് അവരൊക്കെ ആ ഒരു എളിമ, കാരണം അവരൊക്കെ ഈ ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവങ്ങൾ, അപ്പൊ അവരൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യണം, നമ്മൾ വളരാ. നമ്മളെ ലീഡേഴ്സ് അതുപോലെ തന്നെ നമുക്ക് പഠിപ്പിച്ച അൽതാഫ് സാറ്, മനു സാറൊക്കെ, നിഷാൻ സാറെ പോലത്തെ ലീഡേഴ്സ് നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാ, കറക്റ്റ് ഇത് എനിക്കും വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ഓരോരുത്തരും നമ്മളെ ബിസിനസ് ആണെന്ന് ഓർത്ത് വെക്കുക. കാരണം അത് ഏറ്റെടുക്കുന്ന ആളുകള് നമ്മൾ ഈ ലീഡേഴ്സ് പറഞ്ഞു തരുമ്പോ കറക്റ്റ് ആയിക്കോട്ടെ ഞാൻ ചെയ്യാം, ആ വ്യക്തി വളരെ പെട്ടെന്ന് നമ്മൾക്ക് തന്നെ നമ്മളെ ടീമിൽ തന്നെ കാണാൻ പറ്റും, ആ വ്യക്തി പെട്ടെന്ന് TC ആവുന്നുണ്ടാവും, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഇത് എടുക്കാൻ തയ്യാറായിട്ടില്ല, ഈ ലീഡർ പറയുന്നത് ഞങ്ങളുടെ ഗുണത്തിനാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നമ്മൾ അത് ഏറ്റെടുക്കുന്ന വ്യക്തി പെട്ടെന്ന് തന്നെ ലീഡർഷിപ്പ് എത്തും, അവർക്ക് നല്ലൊരു ടീമിനെ കെട്ടിപ്പടുക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ ആളുകളോട് നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, ആളുകളായിട്ട് നമ്മളെ കണ്ണിൽ, കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രോസ്പെക്റ്റിനെ, നമ്മൾ ഒരാളെ എടുത്ത് പോകുമ്പോ അവരാദ്യം നമ്മളെ കമ്പനിയുടെ സൈസോ ഇത്ര കോടിയുടെ ടേൺ ഓവർ ഒന്നല്ല അവർ ശ്രദ്ധിക്കുക, നമ്മളെന്ന ആ വ്യക്തിയാണ് നോക്കുക. നമ്മളെ ലിസ്റ്റിലുള്ള ഒരു വ്യക്തി, നമ്മളെ കോൺഫിഡൻസ്, നമ്മളെ ബിലീഫ് ലെവല്, നമ്മളെ കണ്ണിലേക്ക് നോക്കും. നമ്മൾ പറയുന്ന പ്ലാന് ചിലപ്പോ തെറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, 10,000 ഉള്ളത് 1000 ആയെന്നൊന്നും കരുതി ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മളെ കണ്ണിലേക്ക് അവർ നോക്കുമ്പോ അവർ കോൺഫിഡൻസ് ഉണ്ടാവണം, ആ ഒരു ബിലീഫ് ലെവൽ നമ്മളെ മുഖത്തുനിന്ന് അവർക്ക് വായിച്ചെടുക്കണം. അപ്പോഴാണ് ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ആരോട് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, ആരും വരുന്നില്ല, എന്താന്നറിയില്ല, എനിക്ക് ഭയങ്കര ടെൻഷനായി ഒക്കെ പറയും. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, നമ്മളിൽ ഒരു പൂർണ്ണ ബിലീഫ് ഉണ്ടാവണം, നമ്മളിൽ ഒരു വിശ്വാസം വേണം. അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരോട് പറയുമ്പോൾ ഈ കമ്പനിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറയുമ്പോ അവര് നമ്മളെ കൂടെ ജോയിൻ ചെയ്യണമെങ്കിൽ ആ വ്യക്തിയിലുള്ള വ്യത്യാസം മനസ്സിലാവണം. അപ്പൊ എപ്പോഴും നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിലനിർത്തണം, ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, ആളുകളായിട്ട് നല്ല രീതിയിൽ എളിമയോടുകൂടി കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതില് നല്ല രീതിയിൽ വളരാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഗ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞു, നല്ലൊരു ടീമിനെ ആദ്യം നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടർക്ക് പ്ലാൻ കൊടുക്കുക, അതിനുശേഷം നല്ലൊരു ടീമിനെ ഉണ്ടാക്കുക, അതുവഴി ആ ടീമിൽ നിന്ന് നല്ല ധാരാളം ലീഡേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുക. കാരണം എന്നും ഈ ലീഡർ ഇപ്പൊ STC ആവട്ടെ അവരിങ്ങനെ ഓടുകയല്ല, ഇതിന്റെ താഴെ കുറെ ആയിരക്കണക്കിനും നൂറുകണക്കിനും ലീഡേഴ്സ് ഉണ്ടാവുമ്പോഴല്ലേ നെറ്റ്വർക്ക് ബിൽഡ് ആവുള്ളൂ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ലീഡർ ആവണം എന്ന് എന്തുണ്ട്, നമ്മളിപ്പോ ഈ ഒരു ഇതിലുള്ള 265 ആളും മൈൻഡില് ഓർക്കുക, ഞാനൊരു ലീഡർ ആണോ. അപ്പൊ ആ ലീഡർഷിപ്പ് ഏറ്റെടുത്തിട്ട് ലീഡേഴ്സ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള നമ്മളെ കൊണ്ടുവന്ന ലീഡേഴ്സ് നമുക്ക് കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പൊ നമുക്ക് നമ്മളെ പോലത്തെ അനേക ലീഡേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ലീഡേഴ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ്സിലേക്ക് പല സ്ഥലങ്ങളിലേക്കും വികസിപ്പിച്ചെടുക്കുക, അത് പല ഏരിയകളിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ബിസിനസ് വളർത്താൻ പറ്റും. നമ്മൾ ആ ഒരു മലപ്പുറം ജില്ലേന്റെ ഒരു മൂലയിൽ തന്നെ ഒതുങ്ങുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. നമുക്കറിയാം നമ്മളെ മലപ്പുറം ജില്ലേന്റെ ഒക്കെ ഒരു എത്രത്തോളം സാധ്യത ഉണ്ട് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റും. ഈ മൂഫീസിനെ പോലുള്ള ലീഡേഴ്സ്, കാരണം കണ്ണൂരിൽ നിന്നും അവര് നമ്മളെ മലപ്പുറം ജില്ലയിൽ വന്നാണ് ബിസിനസ് എടുത്തത്. നമുക്കിപ്പോഴും നമ്മളെ ജില്ലേന്റെ മാത്രം മനസ്സിലായിട്ടില്ല. അപ്പൊ നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ അതുപോലെ തീരുമാനം എടുത്തുകൊണ്ട് നമുക്ക് പല ഏരിയയിലും നമ്മൾ തീരുമാനം എടുത്ത് ചിലപ്പോ നമുക്ക് കണ്ണൂർ പോയാൽ നല്ലൊരു ടീമിനെ അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാ, ഏരിയ ഒന്ന് മാറ്റിയിട്ട് ബിസിനസ് സ്പീഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മള് നല്ല രീതിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാ, നല്ല കോൺഫിഡന്റ് കൂട്ടുക, മെയിനായിട്ടുള്ളത്. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഇതിന് വേണ്ടിയിട്ട് നമ്മളെ ബിസിനസ് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ലീഡേഴ്സ് കാര്യങ്ങൾ പറയുന്നുണ്ടോ അത് ഓരോന്നും നമ്മൾ പാലിക്കുക. എനിക്ക് ഇതിലൂടെ വളരാൻ പോസിറ്റീവ് ബുക്ക് ആവട്ടെ, ഓരോ കാര്യങ്ങള് നമുക്കറിയാം നമ്മളെ 5 ഫിംഗറും 4 ബേസിക്സ് ഒക്കെ കറക്റ്റ് പാലിക്കാൻ തയ്യാറായാലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, സ്പീഡിൽ തന്നെ വളരാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ നമുക്കറിയാം GTS-ലേക്ക് പുതിയ ആളുകളെ എത്തിക്കാം. നമ്മളെ ബിസിനസ് വളരാൻ നമുക്ക് ഏറ്റവും ഈസിയാണ്. ഇപ്പൊ നമ്മളെ മലപ്പുറത്തുണ്ട് സാറ്, നമ്മൾ അൽതാഫ് സാറ് വോയിസിലൊക്കെ കേട്ടിട്ട് ഇന്ന് വെനസ്ഡേ ആണ് നമുക്ക് തിരൂര് മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ പല ഏരിയക്കും നമ്മൾ എന്ത് ചെയ്യാ, നമ്മളെ ലിസ്റ്റ് ഒന്നും കൂടെ പ്ലാൻ ചെയ്തിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ നമ്മളെ പല ഏരിയകളിലും നമുക്ക് ഒരാഴ്ചയിൽ 4-5 ദിവസം മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അവിടേക്ക് നമ്മൾ പുതിയ ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ശനിയാഴ്ച നമുക്ക് മലപ്പുറത്ത് തന്നെ വരുന്നുണ്ട്. അവിടേക്ക് എന്ത് ചെയ്യാം, വണ്ടി വിളിച്ചിട്ടായാലും വേണ്ടിയില്ല, നമ്മൾ പുതിയ ആളുകൾക്ക് ഈ അവസരം കൊടുക്കുക. അത് ഓരോരുത്തരും ഒരു ബെറി സ്റ്റാർ പോലും എന്ത് ചെയ്യണം, തന്റെ താഴെ നിന്ന് ഇത്ര ആളുകളെ എത്തിക്കണം എന്നുള്ള ഒരു പ്ലാനിങ്
ചെയ്യാം. TC അങ്ങനെ ആവുമ്പോ എന്ത് ചെയ്യും, നമ്മളെ ടീമിൽ നിന്ന് ധാരാളം ആളുകളെ ഈ പ്രോഗ്രാമിലേക്ക് എത്തിക്കുമ്പോ നമുക്ക് വർക്ക് കുറയും. അവര് നമ്മള് 1-to-1 പോയി പറഞ്ഞു കൊടുക്കുന്നതും ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് അവര് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ നമുക്ക് അവരെ ഫോളോ അപ്പ് ആയിട്ട് എന്ത് ചെയ്യണം, നെക്സ്റ്റ് ദിവസങ്ങളിൽ ലീഡേഴ്സ് പോയിട്ട് ഈ ഫോളോ അപ്പ് നിർബന്ധമാണ്. ഏതൊരു മേഖലയിലും ഞാൻ അവിടേക്ക് പോവാണ്. കാരണം സൂം ഹെൽത്ത് മീറ്റ് ആവട്ടെ, ഹോം മീറ്റിംഗ് ആവട്ടെ, നമ്മളെ പ്ലാന് കേൾക്കാൻ വന്ന വ്യക്തി ആവട്ടെ, ആകെ 25-30% അവിടെ വർക്ക് നടന്നിട്ടുള്ളൂ. ബാക്കി 70% ഫോളോ അപ്പിലൂടെ. കാരണം ലീഡേഴ്സിനൊക്കെ വിളിക്കും, നമ്മൾ ഹെൽത്ത് മീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അതിന്റെ പിറ്റേ ദിവസം ഫോളോ അപ്പ് എത്രത്തോളം ചെയ്തിന് എന്നുള്ളത് നമ്മൾ കറക്റ്റ് നോക്കുക. ഫോളോ അപ്പിലൂടെയാണ് പിന്നെ റിസൾട്ട് കിട്ടുക. നമുക്ക് ഉൽപ്പന്നങ്ങൾ മൂവ് ആവാനും അവർക്ക് കറക്റ്റ് അതിന്റെ ക്ലാരിറ്റി കൊടുക്കാനും ഈ ഫോളോ അപ്പ് നിർബന്ധമാണ്. അത് ഈ ഒരു ബിസിനസിന്റെ സിസ്റ്റമാണ്. അത് നമ്മൾ കറക്റ്റ് എന്ത് ചെയ്യണം, എല്ലാവരും ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ അവസരത്തിൽ നമ്മള് പിന്നെ വേറൊന്നും ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞാല് കൂടുതൽ പോയിന്റുകളൊന്നും നോക്കി വെച്ചിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ സിമ്പിളായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഉണർത്തുക എന്നുള്ളത് തന്നെയാണ്. പ്ലാൻ പറയുമ്പോ നമ്മൾ കയ്യിൽ എന്ത് വേണം, ടൂൾസ് നിർബന്ധം. ടൂൾസ് ഇല്ലാതെ ഒരാളും പോവരുത്. ഇതൊക്കെ നമ്മളോട് ലീഡേഴ്സ് എപ്പോഴും പറയുന്നതാണ്. കറക്റ്റ് ടൂള്, നമ്മൾ എന്തിനാണ് പോകുന്നത്, എന്തിനൊരു പ്ലാന് വേണം. എന്തിനൊരു പ്ലാന് പറഞ്ഞാല് നമ്മൾക്ക് ആ ഒരു പ്ലാനിങ് ഇല്ലാതെ നമ്മൾ പോകുമ്പോ അതിന് റിസൾട്ട് കിട്ടൂല. ചില ആളുകൾ കാണാം എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ വൈകുന്നേരം അതിന്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോ അതിലൊരു റിസൾട്ടും ഉണ്ടാവില്ല. അതെന്താണ്, വർക്ക് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള വർക്കുകൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു പ്ലാനിങ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടാത്തത്. പക്ഷെ രാവും പകലും ഓടുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് റിസൾട്ട് കിട്ടുന്നില്ല? അപ്പൊ ആ ഒരു പ്ലാനിങ്, ഞാൻ ഇന്ന് എവിടേക്കാ പോകുന്നത്, എന്താണ് പറയേണ്ടത്, അങ്ങനെ ജസ്റ്റ് ഒരു ലെക്ചർ പോയിന്റ് ആയിട്ട് നമുക്കൊരു നോട്ട് എഴുതി വെച്ചിട്ട് നമ്മൾ ആ ഒരു പ്ലാനിങ് എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കണം. ഞാൻ പറയുന്നത് നമ്മളെ കയ്യിലുള്ള ഒരു ക്യാഷ് പോലും, പണം പോലും നമ്മൾ പ്ലാൻ ചെയ്തിട്ടായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ചിലപ്പോൾ നമുക്ക് സേവ് ചെയ്യാനും പണം ഉണ്ടാക്കാൻ കഴിയും, പക്ഷെ അത് മാനേജ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ആ ഒരു പ്ലാനിങ്ങോട് കൂടി ആ പൈസനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ അറിയില്ല, അത് എന്തോ ആയിപ്പോകും. ചില ആളുകൾ എന്റെ കയ്യിൽ ഇങ്ങോട്ട് കിട്ടും, അതേപോലെ അത് കലങ്ങി പോകുന്ന. അതും എന്താണ്, നമ്മളെ കയ്യിൽ ആ സേവ് ചെയ്യാനും ആ ഒരു പ്ലാനിങ്ങിൽ ആ പൈസ ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ടാ. അപ്പൊ എന്ത് മേഖല, ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു പ്ലാനിങ് ഉണ്ട്. എന്ത് ഒരു ബസ് കയറാണെങ്കിൽ, ഒരു വണ്ടി പോരാ, നമുക്ക് അതിൻ്റെതായ ഇന്ന റൂട്ടിലേക്ക് എന്നുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ ഈ ഒരു ബിസിനസ്സിന് മാത്രമല്ല, എല്ലാത്തിനും നമുക്ക് പ്ലാനിങ് ഉണ്ട്. ഒരു ഫുഡ് ഉണ്ടാക്കുന്നതിൽ പോലും നമുക്ക് പ്ലാൻ ഉണ്ട്. കറക്റ്റ് ആ ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ അതിൽ തെറ്റുകൾ വരാം. നമ്മൾ ദോശ ചുടണമെങ്കിൽ അത് അതിൻ്റെതായ രൂപത്തിൽ തന്നെ സിസ്റ്റം ഉണ്ട്. അരി അരച്ചിട്ട് ദോശക്കല്ല് വെച്ച് എങ്ങനെയാണോ അത് ചെയ്യുന്ന അതേ രൂപം, അത് നമ്മൾ വേറെ രൂപത്തിൽ ചെയ്താൽ നമുക്ക് അതിന് റിസൾട്ട് കിട്ടൂല. അതുപോലെ തന്നെ ഈ ബിസിനസ് വളരണമെങ്കിൽ നമുക്ക് കറക്റ്റ് പ്ലാനിങ്ങോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഒരു വ്യക്തിക്ക് പ്ലാൻ കൊടുക്കാൻ പോകുമ്പോ നമ്മളെ കയ്യിൽ ആ ടൂൾസ്, അപ്പൊ ഈ ടൂൾസ് ഇല്ലാതെ പോയാൽ നമുക്ക് ആ പ്ലാൻ കൊടുക്കുന്ന വ്യക്തിക്ക് ഒരു റിസൾട്ട് ഉണ്ടാവോ? നമ്മളെ കയ്യിൽ നല്ലൊരു കാറ്റലോഗ് വേണം, പ്രോഡക്റ്റ് ഡെമോ ഉൽപ്പന്നങ്ങൾ കയ്യിൽ വേണം, ബ്രൗഷർ കയ്യിൽ വേണം. അങ്ങനത്തെ നമ്മൾക്ക് എന്തൊക്കെ ടൂളായിട്ട് നമ്മളെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും അതൊക്കെ എന്ത് ചെയ്യണം, ഈ പുതിയ പ്രോസ്പെക്റ്റിന്റെ മുന്നിൽ ഉണ്ടായിരിക്കണം. അവര് ചോദിക്കുമ്പോ കറക്റ്റ് കൺവിൻസ് ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു ക്ലാരിറ്റി നമ്മളെ ഉള്ളിലുണ്ടാവും. അപ്പൊ അതിനെന്ത് ചെയ്യാ, നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കുക. കൂടുതൽ നമ്മൾ കാര്യങ്ങൾ ലീഡേഴ്സ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കറക്റ്റ് പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സ്പീഡിൽ ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരും ഇതുവരെ നമുക്ക് തന്നെ പറയാൻ പറ്റും നമ്മൾ അത്ര സ്പീഡിലൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് പെട്ടെന്ന് ഇപ്പൊ നമുക്കറിയാം നമ്മളെ മൈ ലൈഫ് സ്റ്റൈലിന്റെ അവസ്ഥ തന്നെ. ഇനി നമ്മള് എവിടെ നോക്കുന്നിടത്തും നമ്മളെ മൈ ലൈഫ് സ്റ്റൈലിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തന്നെ ഉണ്ടാവും, ആ അവസ്ഥയൊക്കെ പോകുന്നത്. അപ്പൊ അതെല്ലാരും മനസ്സിലാക്കണം. നമ്മളെ ടീമിൽ തന്നെ ആ വ്യക്തി ആയിരുന്നെങ്കിൽ എന്ന് നമുക്ക് തീരുമാനം എടുക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം, നമ്മള് കൂടുതൽ ആളുകളിലേക്ക് സ്പീഡില് നമ്മൾ എന്ത് ചെയ്യാ, വേഗത്തില് നമുക്ക് കാര്യങ്ങള് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. അങ്ങനെ പല ഏരിയകളിലേക്കും നമുക്ക് ബിസിനസിനെ കൊണ്ടുപോകുമ്പോ അതിനെന്ത് ചെയ്യണം, നമ്മള് പെട്ടെന്ന് തന്നെ നല്ലൊരു ടീം സ്ട്രക്ചർ, നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ചു വരുന്നത് വരുമാനം. ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാൻ മടിയാണ്. എങ്ങനെയാണ് ആളുകളെ കാര്യങ്ങളും പ്ലാനും കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു പോരും, പക്ഷെ അവരെ പർച്ചേസിലേക്ക് എത്തിക്കാൻ ആളുകൾക്ക് ഭയങ്കര മടിയാണ്.
ലാസ്റ്റ് എന്താ നടന്നു ചോദിക്കുമ്പോ ഒന്നും നടന്നിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ട് അവർക്ക് 3 ID ഓപ്പൺ ആയിട്ടാണോ വരുന്നത്, അതുപോലെ തന്നെ 35-ലാണോ ക്ലോസ് ചെയ്യുന്നതെങ്കിലൊക്കെ അതിന്റെ കറക്റ്റ് ക്ലാരിറ്റി നമ്മൾ വരച്ചിട്ട് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ വന്നാലുള്ള ഗുണം, ഇങ്ങനെ വന്നാൽ നമ്മൾക്ക് അവർക്ക് കൊടുക്കുന്ന അച്ചീവ്മെന്റ്, അവർക്ക് കിട്ടുന്ന വരുമാനം, എത്ര രൂപയുടെ ഉൽപ്പന്നം ഉണ്ടാവും, അങ്ങനെ കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം. ചിലപ്പോ നമ്മൾ മറ്റൊരു ഡിസ്ട്രിബ്യൂട്ടറെ കൂടായിരിക്കും പോവാ. അപ്പൊ ഈ ക്ലോസ് ചെയ്യുന്ന ഈ പ്രോസ്പെക്റ്റിന് കറക്റ്റ് കോൺഫിഡൻസ് കൊടുക്കേണ്ട വ്യക്തി ആരുടെയാണ്? ഈ ലീഡർ അല്ല. ഈ ലീഡർ STC ആണെന്നോ RTC ആണെന്നൊന്നും ഈ മുന്നിലിരിക്കുന്ന ആർക്ക് ഇതിനൊന്നും വില ഉണ്ടാവില്ല. അവർക്ക് എന്ത് STC. അപ്പൊ ആരാണോ ആ വ്യക്തിയെ വിളിച്ചുകൊണ്ട്, ആരുടെ ലിസ്റ്റിലുള്ള ആളാണോ, അപ്പൊ ആ വ്യക്തി ആയിരിക്കണം കറക്റ്റ് അവർക്ക് എന്ത് കൊടുക്കേണ്ടത്, കോൺഫിഡൻസ് കൊടുക്കേണ്ടത്. ഞാൻ ഇങ്ങനെ വന്ന ആളുകളാണ്, എന്നിട്ട് കറക്റ്റ് അവര് വന്ന കാര്യങ്ങളും അവരെ ഉൽപ്പന്നങ്ങൾ ഇപ്പൊ എന്തായിരുന്നു, അങ്ങനെ കറക്റ്റ് അവര് ആ കോൺഫിഡൻസിൽ പറയുമ്പോഴാണ് ഈ വ്യക്തി അത് കറക്റ്റ് സ്വീകരിക്കുക. മറ്റേത് നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോരും, അത് ക്ലോസ് ചെയ്യിക്കുക എന്നുള്ളത് നമ്മൾ ഇതില് ബിസിനസ്സിൽ നിർബന്ധമായിട്ട് കൊണ്ടുവരണം. കാരണം ഈ ബിസിനസ്സിൽ നമുക്ക് എന്ത് ചെയ്യണം, വളരണമെങ്കിൽ പർച്ചേസ്, നമുക്ക് സാറ് പറഞ്ഞു റിക്രൂട്ട്, റീപർച്ചേസ്, റീറ്റെയിൽ, ഇതിലൂടെയാണ് നമുക്ക് വളർന്ന് വലിയ ലെവലിൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ വേണ്ട കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് പാലിക്കുക. എന്ത് ചെയ്യുമ്പോൾ നമുക്ക് ഫോക്കസ് ഉണ്ടാവണം. അതിന് പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടൊക്കെ ചെയ്യുന്നവരും ആ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അതിന്റെ ഫോക്കസ് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. അതുപോലെ തന്നെ നല്ലൊരു ബോധത്തോടു കൂടി ചെയ്യാം. നമുക്കറിയാം ആഗ്രഹം, സ്വപ്നം, ലക്ഷ്യം ഇതൊക്കെ ആഗ്രഹിച്ചു വന്ന ഒരു ലേഡി തന്നെയാണ് ഞാൻ. കാരണം ഫാമിലി ആയിട്ട് ഞങ്ങൾ ചെന്ന് എന്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുക, ഒരു അക്കൗണ്ട് വേണം, ഇതൊക്കെയായിരുന്നു എന്റെ ഫസ്റ്റിലെ ആഗ്രഹം. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് എന്ത് ചെയ്തു, ഈ ഒരു അവസരത്തിലൂടെ എനിക്കത് സാധിച്ചു. കാരണം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ദൈവം തരും. നമ്മൾ എന്തിനെ കുറിച്ചാണോ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഏതൊരാളും എനിക്ക് മാത്രം കുറെ പ്രശ്നങ്ങൾ മാത്രം പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അവര് മാറ്റിയിട്ട് എന്നെ കൊണ്ട് പറ്റും, എനിക്ക് കഴിയും എന്നുള്ള ഒരു പൂർണ്ണ കോൺഫിഡൻസോട് കൂടിയിട്ട്, കാരണം അതിന് പറ്റിയ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം നമ്മളെ കയ്യിലുണ്ട്. നമ്മൾ എന്ത് വലിയ സ്വപ്നം കണ്ടോ, എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച സക്സസ് പറയുക എനിക്കറിയാൻ പറ്റും. എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടിയതും ഇവിടുന്നാണ്, ആ ലക്ഷ്യബോധ്യം. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ഈ ഒരു അവസരം. ഇത് വേറെ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ ഒരു കടല കച്ചവടം ചെയ്യുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് കാണാവുന്ന സ്വപ്നം ലിമിറ്റാണ്. ഒരു ലിമിറ്റിലെ അയാൾക്ക് സ്വപ്നം കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ എത്ര വലിയ സ്വപ്നം കണ്ടാലും ദൈവം നമുക്ക് ആ സ്വപ്നം അച്ചീവ് ചെയ്യാനുള്ള അവസരം ഇവിടെ ഉണ്ട്. അത് നമ്മൾ എത്രത്തോളം തീരുമാനം എടുത്ത് പ്രവർത്തിക്കുന്നു അതിനനുസരിച്ചായിരിക്കും കിട്ടുക. നമുക്കറിയാം നമ്മളെ മുന്നേ ഉള്ള ലീഡേഴ്സിന്റെ ഒക്കെ ഓരോ സ്റ്റോറികൾ നമ്മൾ കണ്ടു. നെക്സസിന് പോയ ആളുകളോടൊന്നും കൂടുതൽ പറയണ്ട, കാരണം ആ കൂടുതൽ അവിടേക്ക് പോകുന്നില്ല. കാരണം ഇന്നലെ നമുക്ക് ക്ലിയർ ആയിട്ട് കരുണൻ സാർ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. നമ്മൾ അത് എഴുതി വെക്കുക. നമ്മളെ സ്വപ്നങ്ങൾ എന്താണ് എനിക്ക് നേടണ്ടേ, എന്താണ് അച്ചീവ് ചെയ്യേണ്ടതെന്നുള്ള കറക്റ്റ് ഒരു പ്ലാനിങ്ങോട് കൂടി എനിക്ക് തന്നെ ഇവിടെ പറയാൻ പറ്റും. കാരണം ഇപ്പൊ എന്റെ താഴെ ചിലപ്പോ ഡോറിന്റെ അപ്പുറത്ത് എന്റെ ജ്യേഷ്ഠത്തി അനിയത്തിയൊക്കെ നിൽക്കുന്നുണ്ടാവും ഇതിന്റെ ക്ലാസ് ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ട്. കാരണം അവർക്കറിയാം, അവർക്ക് എന്നേലും കഴിവും പവറും എന്നേലും സാമ്പത്തികമൊക്കെ അവർക്കുണ്ട്. പക്ഷെ അവർക്ക് ഇതുപോലെ സംസാരിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ ആളുകളായിട്ട് ഇങ്ങനെ കാര്യങ്ങളോ ഒന്നും അവർക്ക് അറിയില്ല. കാരണം അവർ ഡയറക്ട് സെല്ലിങ്ങോ ഇങ്ങനത്തെ ബിസിനസ്സോ ഒന്നും കണ്ടില്ല. നമ്മളെ പ്രോഡക്റ്റ് ഉപയോഗിച്ച ആള് സാറ്റിസ്ഫൈഡ് ആണ്, പക്ഷെ ആരും ബിസിനസ്സിലേക്കൊന്നും കടന്നു വന്നിട്ടില്ല. അപ്പൊ അവർക്ക് അറിയണം, അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഓരോ ഉൽപ്പന്നം ഇവിടെ വീട്ടിൽ യൂസ് ചെയ്യുമ്പോഴും. ഹെർബൽ റോള് ഇന്നലെ ജസ്റ്റ് നമ്മളെ ഈ ഒരു പ്രോഡക്റ്റ് ജ്യേഷ്ഠത്തിക്ക് ജലദോഷം വന്നപ്പോ കയ്യിൽ വെറുതെ സ്മെല് ചെയ്തപ്പോ അപ്പൊ തന്നെ പറഞ്ഞു എനിക്ക് വേണമതി, നല്ല റിസൾട്ട് ഉണ്ട് 1 ടൈം. അപ്പൊ രണ്ടാമത്തെ ജ്യേഷ്ഠത്തി യൂസ് ചെയ്തപ്പം ഹൈ റിസൾട്ട് ആട്ടാ. കാരണം നമ്മളെ ഉൽപ്പന്നം മൗത്ത് ടു മൗത്ത് ആണെന്ന് പറയാൻ തന്നെ കാരണം അതാണ്. അവക്ക് കഴിഞ്ഞ ആഴ്ചകളിലെന്നോ ഞാൻ കൊടുത്തിരുന്നു, അത് നെക്സ്റ്റ് ഇവിടെ വന്നപ്പോ അപ്പൊ നമ്മളെ ഉൽപ്പന്നം അത്രത്തോളം ബെസ്റ്റ് ആണ്. നമുക്ക് ആരുടെ മുന്നിലും പ്രൗഡോട് കൂടി പറയാം ഇത്രയും നല്ല നമ്മളെ ഉൽപ്പന്നവും കാര്യങ്ങളും ഉണ്ട്. ഞാൻ വീണ്ടും പറയുന്നത് നമ്മള് ഡ്രീംസ് ആണ്. നമ്മള് എന്തൊരു ഈ ഒരു മേഖലയിൽ നമുക്ക് വളരാൻ നമ്മളെ ലക്ഷ്യം, സ്വപ്നവും ആഗ്രഹമൊക്കെ വേണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രവർത്തിക്കുക. പ്രവർത്തിച്ചാൽ ഇതിൽ കിട്ടും. എന്താഗ്രഹിക്കുന്നോ അത് ദൈവം തരും. നമ്മളെ മുബിൻ സാറ് പറയുന്ന വേർഡ് തന്നെ ഉണ്ട്, ആവർത്തിക്കുന്നില്ല, എല്ലാവർക്കും പറയാം. ഭൂമിയിൽ എന്ത് എഫേർട്ട് ഇട്ടാലും നമുക്കത് റിസൾട്ട് ആയിട്ട് ദൈവം തന്നിരിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുക. അത് ആദ്യം മാറേണ്ടത് ആരാണ്? ഞാൻ തീരുമാനം എടുക്കുമ്പോഴേ എന്റെ ഉള്ളു മാറുമ്പോഴേ എനിക്കത് കിട്ടുള്ളൂ. എന്റെ അപ്ലൈൻ എത്ര മാറെങ്കിലും അപ്ലൈൻക്കേ വളരാൻ പറ്റുള്ളൂ. ഞാൻ എന്ന വ്യക്തി മാറുമ്പോ മാത്രമാണ്
എന്റെ ഉള്ളു മാറുമ്പോഴാണ് എനിക്ക് ആ വലിയ വിജയങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള ആ പാതകൾ തുറന്നു തരാം. കാരണം കുറെ നമ്മളെ ലിസ്റ്റിലുള്ള ആളുകൾ ഉണ്ടാവും ഇപ്പോഴും വരാതിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, നമ്മളെ ക്യാരക്ടർ, നമ്മളെ ആളുകളോടുള്ള പെരുമാറ്റം, ഇതൊക്കെ എല്ലാം ഇതിൽ കൂട്ടി ഇണങ്ങിയിട്ടാണ് വരുന്നത്. നമ്മൾക്ക് ഈ ബിസിനസിന്റെ പലപാഠം പഠിക്കാൻ നമ്മളെ എല്ലാ കാര്യങ്ങളും, നമ്മള് ഫാമിലി ആയിട്ടുള്ള നല്ല ബന്ധങ്ങൾ, ഇതൊക്കെ നിലനിർത്തുമ്പോഴേ നമുക്ക് നല്ലൊരു ലീഡറായിട്ടും നല്ലൊരു വ്യക്തിയായിട്ടും നമുക്ക് മാറാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആവുമ്പോ നമ്മളെ ലിസ്റ്റിൽ ഇനിയും നല്ല നല്ല പുലികൾ ഇരിക്കുന്നുണ്ടാവും. അവര് നമ്മളെ കൂടെ വരണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മളെ പേഴ്സണാലിറ്റിയിൽ നല്ല മാറ്റങ്ങൾ വരുത്താം. നമ്മൾ നല്ലൊരു വ്യക്തിയാവാ. കാരണം ഇവിടെ ഉള്ള ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഞാൻ മനസ്സിലാക്കി, ഓരോ ലീഡേഴ്സും വലിയ വലിയ പിന്നുകൾ അച്ചീവ് ചെയ്യും തോറും ആ ലീഡർമാരൊക്കെ ഏറ്റവും എളിമയുള്ള നല്ല വ്യക്തികളായി മാറണം. അതാണ് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടി. നമ്മൾ മറ്റു മേഖലയിലൊക്കെ കേട്ടിട്ടുണ്ട്, മാനേജറെ അങ്ങനത്തെ വലിയ ലെവലിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും, ഹെഡ് വെയിറ്റ് ഇങ്ങനെ കൂടി ഓർക്ക് ഈഗോസും പല പ്രശ്നങ്ങളും. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല. നമ്മളോട് ലീഡേഴ്സ് എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും അത് നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കാനും, പുതിയ വന്ന വ്യക്തിക്ക് എന്ത് കാര്യങ്ങളും അവർക്ക് ഈ ബിസിനസ്സിലൂടെ വളരാനുള്ള നമുക്ക് ഏറ്റവും കിട്ടുന്ന ഒരു ഭാഗ്യത. എനിക്ക് എന്ത് കാര്യങ്ങൾ അറിയണം അൽത്താഫ് സാറോട് ചോദിച്ചാൽ അത് എത്ര തിരക്കാണെങ്കിലും വോയിസ് ഇട്ട് എനിക്ക് ക്ലാരിറ്റി തരും, ക്ലിയർ ആയിട്ട് തരും. അതുപോലെ നമ്മൾ ഏത് ലീഡേഴ്സിനോട് ചോദിച്ചാലോ അവരെന്ത് ചെയ്യും, കറക്റ്റ് പറഞ്ഞുതരും. അതാണ് ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും മഹത്വം. നമ്മളെ കൂടെ വന്നവരെ ഈ നല്ലൊരു മനസ്സ്. കാരണം ഓൾറെഡി നമുക്കറിയാം നമ്മളെ സക്സസ് പറയി വന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും, നമ്മളെ ലീഡേഴ്സ് ഇത് പഠിപ്പിച്ചു തരുന്നോണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഡെവലപ്മെന്റ് എന്തായാലും ഉണ്ടാവും. പേഴ്സണാലിറ്റിയിലാവട്ടെ നമ്മളെ ക്യാരക്ടറിലാവട്ടെ എല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാന് കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാരും എന്ത് ചെയ്യാ, കറക്റ്റ് സ്പീഡില് നമ്മള് ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കൂടുതൽ ആളുകളിലേക്ക് പ്ലാൻ കൊടുക്കുക. പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്. അതുപോലെ എന്ത് ചെയ്യാം, നമ്മള് സെയിൽസ് ക്ലോസ് ചെയ്യുക, വേഗത്തിൽ എല്ലാ കാര്യങ്ങളും പഠിക്കുക, പ്രോഗ്രാമിലേക്ക് കൂടുതൽ ആളുകളായിട്ട് വരിക, കൂടുതൽ ലീഡർമാരെ സൃഷ്ടിക്കുക, നല്ലൊരു ടീമിനെ ഉണ്ടാക്കുക. ആ ടീമിൽ നിന്ന് പുതിയ വന്ന ആളുകൾക്ക് നല്ലൊരു ടീം വേഗം സ്പീഡാക്കി കൊടുക്കുക. ആ ടീമിലൂടെ ധാരാളം ലീഡേഴ്സിനെ ഉണ്ടാക്കുക. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് പാലിക്കാൻ തയ്യാറാവണമെങ്കിൽ നമ്മള് വളരെ പെട്ടെന്ന് തന്നെ സ്പീഡില് നമ്മൾ ഇനി എന്ത് ചെയ്യാം, നമ്മൾക്കറിയാം നമുക്ക് ഇനി ഒരു ഡൗട്ടുകളും ഇല്ല. കാരണം പുതിയ ആളുകളോട് പറയുന്ന ലീഡേഴ്സിനോടല്ല അത് പറയുന്നത്. ചില ആളുകൾക്ക് കുഞ്ഞു സംശയങ്ങളൊക്കെ ഉണ്ടാവും. അത് ഈ നെക്സസോട് കൂടിയിട്ട് അതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി ആ നെക്സസിന് വരാത്ത ആളുകൾക്ക് വന്ന ആളുകൾ എന്ത് ചെയ്യും, ഇതിന്റെ ക്ലാരിറ്റി കറക്റ്റ് തരുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ആദ്യം നമ്മളിലുള്ള പൂർണ്ണ വിശ്വാസം വേണം. നമ്മളെ കൊണ്ടുവന്ന അപ്ലൈനിൽ നല്ല വിശ്വാസം വേണം. കവിത മേഡം പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളെ കമ്പനിയിൽ വേണം, നമ്മളെ പ്രോഡക്റ്റിൽ വേണം. പ്രോഡക്റ്റ് അതിന് നിർബന്ധമായിട്ട് ഞാൻ പറയുന്നു, പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തേ മതിയാവും. ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് വൈറ്റമിൻസ് ഓരോ ഉൽപ്പന്നങ്ങളും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഓരോ പേഴ്സണൽ വോളിയം ചെയ്യുന്നതും ഞാൻ സെയിൽ നടത്താനല്ല യൂസ് ചെയ്യുന്നത്, ഞങ്ങളെ ഫാമിലിക്ക് ഞങ്ങളെ വീട്ടിലേക്ക് യൂസ് ചെയ്യാനാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, മക്കൾക്കടക്കം. ദൈവത്തിന്റെ അനുഗ്രഹം എനിക്ക് പറയാൻ പറ്റും. എന്റെ മോനൊന്നും ഒരു ഡോക്ടറെ അടുത്ത് ഞങ്ങൾ പോവാറില്ല, നമ്മളെ ഉൽപ്പന്നങ്ങൾ മാത്രം കൊടുക്കുന്നത്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നല്ല അമൃതം നമ്മളെ കയ്യിലുണ്ട്. ഇത് ആദ്യം എന്ത് ചെയ്യാ, നമ്മളെ അലോപ്പതി മേഖലയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മളെ ആരോഗ്യം ആദ്യം മെച്ചപ്പെടുത്തുക. എന്നിട്ട് ഈ ആ കോൺഫിഡൻസിൽ നമ്മളെ സമൂഹത്തിലേക്ക് ഇറങ്ങുക. നമ്മളിതൊരു സർവീസ് ആയിട്ട് തന്നെ ഏറ്റെടുക്കണം സുഹൃത്തുക്കളെ. കാരണം നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഉൽപ്പന്നം മറ്റുള്ളവർക്ക് റിസൾട്ട് കിട്ടുമ്പോ ദൈവത്തിൽ നിന്ന് നമ്മൾക്കും കൂടെ എന്തുണ്ടാവും, പ്രതിഫലം കിട്ടുന്നുണ്ടാവും. കാരണം ആളുകൾക്ക് അറിയില്ല ഏതാണ് ഏറ്റവും ബെസ്റ്റ്. ഇന്ന് കഴിക്കുന്ന ഫുഡിൽ ന്യൂട്രീഷൻ ഇല്ല എന്നറിയാം, അവിടേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഞാൻ പറയാ, അതിന് നമ്മൾ കറക്റ്റ് എന്ത് ചെയ്യാം, ഓരോരുത്തർക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് നമ്മൾ കോൺഫിഡൻസോട് കൂടി അതിനെന്ത് വേണം, എന്റെ ബാഗിൽ എന്റെ ടീമിലുള്ള ആളുകളോട് ചോദിച്ചാൽ മതി, ഞാൻ കഴിക്കുന്ന അയണ്, ലിവഗൈന്, ഫ്ലഷ് എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ ഇതെല്ലാം ഞാൻ കറക്റ്റ് ഞാൻ കഴിക്കുന്നുണ്ട്. വൈറ്റമിൻ സി കഴിക്കുന്നുണ്ട്. അപ്പൊ ഇതെന്ത് ചെയ്യും, പൊട്ടിച്ചതാണ് ഞാൻ ബാഗിൽ വെക്കാറ്. ഞാൻ പുതിയതല്ല, വീട്ടിൽ യൂസ് ചെയ്യുന്ന എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ കാണുന്ന പ്രോസ്പെക്റ്റിനും പുതിയ ആളുകൾക്കും ഞാൻ കാണിച്ചു കൊടുക്കാം, ഇത് ഞങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, ആദ്യം നമ്മളെ ആരോഗ്യം മെച്ചപ്പെടുത്തുക. എന്നിട്ട് നമ്മളെ കുടുംബത്തിനെയും നമ്മളെ ഫ്രണ്ട്സിനെയും സമൂഹത്തിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക,
നല്ല രീതിയിൽ നമ്മൾ ആരോഗ്യ ഹെൽത്തും പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്ക് ഹെൽത്തും വെൽത്തും ഫ്രീഡും നമുക്ക് തന്നെയാണല്ലോ 3 കാര്യങ്ങൾ നമുക്ക് പ്ലാനിൽ പഠിപ്പിച്ചു തരുന്നത്. ഇത് കറക്റ്റ് പാലിച്ചുകൊണ്ട് പൂർണ്ണ കോൺഫിഡൻസോട് കൂടി ബിലീഫോട് കൂടി നല്ല രീതിയിൽ നമ്മൾ ബിസിനസ്സിനെ കെട്ടിപ്പടുത്തുക. നല്ല രൂപത്തിൽ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ തന്നെ GTSലേക്ക് എനിക്ക് പറയാനുള്ളത് പുതിയ ആളുകളെ GTSലേക്ക് എത്തിക്കുക. അതുപോലെ സൂം ലിങ്കിൽ ഇന്ന് കയറിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഒരു അവസരത്തില് എല്ലാവർക്കും വലിയ രീതിയിലുള്ള വിജയങ്ങൾ എന്തായാലും ഉണ്ടാവും. നമ്മൾ തീരുമാനം എടുത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ 100% ഒക്കെയാണ്. അപ്പൊ എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.